വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ആണ് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു പോർഷനാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി എല്ലാവർക്കും അറിയാമല്ലോ ബി പി. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ബി പി ആണ്, കുറച്ച് മരുന്ന് തരണേ എന്ന് പറഞ്ഞിട്ട് ചില അപ്പന്മാരും അമ്മമാരും ഒക്കെ വരുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ബി പി ആണ്. ദാറ്റ് മീൻസ് എന്താ, അവർക്ക് ബി പി കൂടുതലാണ് അല്ലേ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടുതലാണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ കൂടെ എന്ത് സംഭവിക്കുക, ചിലപ്പം എന്ത് ചെയ്യാം, സ്ട്രോക്ക് വരാം, കിഡ്നി ഡാമേജ് വരാം, ഹാർട്ട് ഫെയിലിയർ വരാം, എന്ത് വേണമെങ്കിലും വരാം അല്ലേ. സോ ഹൈപ്പർ ടെൻഷനുണ്ട്, ഹൈപ്പോ ടെൻഷനുണ്ട്. ഹൈപ്പോ മീൻസ് കുറവ്, ഹൈപ്പർ മീൻസ് കൂടുതൽ. മറന്നു പോകരുത് കേട്ടോ. പറയാറില്ല ചിലപ്പോൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, എന്നെ പോലെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയല്ലേ. ദാറ്റ് മീൻസ് ഭയങ്കരമായിട്ട് വെകളി പിടിച്ചിട്ടുള്ള പിള്ളേരെന്ന് പറയില്ല, അതേപോലെ ഹൈപ്പർ. ഓക്കെ, സോ എന്താണ് ഹൈപ്പർ ടെൻഷൻ? സോ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റോളിക് പ്രഷറും ഉണ്ട്, ഡയസ്റ്റോളിക് പ്രഷറും ഉണ്ട്. എന്തുണ്ട്? സിസ്റ്റോളിക്കും ഉണ്ട്, ഡയസ്റ്റോളിക്കും ഉണ്ട്. സോ സിസ്റ്റോളിക് എന്ന് പറയുന്നത് 140 കൂടുതലോ അല്ലെങ്കിൽ 140, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് എന്ന് പറയുന്നത് 90 കൂടുതലോ അല്ലെങ്കിൽ 90 ആണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എത്രയാണ് നോർമൽ അല്ലേ? നമുക്കറിയാം 120/80 mmHg ആണ് നമുക്കറിയാം അല്ലേ. സോ mmHg എന്താ, യൂണിറ്റ് ആണ് കേട്ടോ. സോ 140/90. സോ അതിൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നമ്പറിലാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഹൈപ്പർ ടെൻസീവ്. ഓക്കെ, സോ ഹൈപ്പർ ടെൻഷൻ വന്ന് എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. സോ ബേസിക്കലി ഉപ്പ് കൂടുതൽ എടുക്കുന്ന ആൾക്കാർ, പുക വലിക്കുന്ന ആൾക്കാർ, കഞ്ചാവ് ടീമുകളില്ലേ അവർ, സ്ട്രെസ് ഉള്ള ആൾക്കാർ, ഒബീസിറ്റി ഉള്ള ആൾക്കാർ, പിന്നെ എന്താണ് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് എക്സസൈസ് എടുക്കാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഹൈപ്പർ ടെൻഷൻ വന്നാൽ എന്ത് സംഭവിക്കുക, എന്ത് വരും? തട്ടിപ്പോവും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെന്താ ചോദിക്കുന്നത് അല്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്. എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ മരുന്നുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ടായിരുന്നു, മീഥൈൽ ഡോപ്പ ഉണ്ടായിരുന്നു, ഡയൂററ്റിക്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാറി പല തരത്തിലുള്ള ഡ്രഗ്സുകൾ വന്നു. സോ ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചോദിക്കാനൊന്നും പോകുന്നില്ല. വെറുതെ ഒരു പ്രഹസനം, എന്തിനൊരു വഴിക്ക് പോവില്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രഹസനത്തിന് വേണ്ടി മാത്രമാണ്. സോ വിട്ടേക്കു. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഡയൂററ്റിക്സ് ആണ് കേട്ടോ. സോ ഡയൂററ്റിക്സ് തന്നെ ലൂപ്പ് ഡയൂററ്റിക് ലൈക്ക് ഫ്രൂസിമൈഡ് ഉണ്ട്, തൈസൈഡ്സ് ഉണ്ട്, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് ഉണ്ട്. സോ ഇതൊക്കെ നമ്മുടെ ബ്ലഡ് വോളിയം കുറച്ചുകൊണ്ട് പ്രഷർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഡയൂററ്റിക്സ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് AC ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. എല്ലാം പ്രില്ലിൽ അവസാനിക്കും, കാറ്റോപ്രിൽ, ലിസ്നോപ്രിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഡ്രഗ്സുകളാണ്. ഇവർ ആൻജിയോടെൻസിൻ 1 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരാണ് AC ഇൻഹിബിറ്റേഴ്സ്. സോ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ, നല്ലപോലെ അടിപൊളിയോടെ പഠിപ്പിച്ചു തരാം, വിഷമിക്കണ്ട. സോ ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്, എല്ലാം ലോളിൽ അവസാനിക്കുക, ബീറ്റ ബ്ലോക്കേഴ്സ്. സോ അറ്റനലോൾ, മെറ്റോപ്രലോൾ, പ്രൊപ്പനോൾ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ ഇവർ കാർഡിയാക് ഔട്ട്പുട്ട്, നമ്മുടെ ഹാർട്ടിൽ നിന്ന് പോകുന്ന കാർഡിയാക് ഔട്ട്പുട്ട്, നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഇല്ലേ, അതിൻ്റെ ഔട്ട്പുട്ട് കുറച്ചുകൊണ്ട് BP കുറയ്ക്കുന്ന പരിപാടിയാണ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഈസ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. വെരാപ്പമൈൽ, ഡിൽറ്റിയാസം, നിഫിഡിപ്പിൻ, ഫെലോഡിപ്പിൻ, നിക്കാഡിപ്പിൻ ഒക്കെയാണ് എക്സാമ്പിൾ. സോ ഇവർ കാൽഷ്യം, നമ്മുടെ സെല്ലിനകത്തുള്ള കാൽഷ്യത്തിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. നമുക്ക് ഒരുപാട് ചാനൽസ് ഉണ്ട്, സോഡിയം ചാനൽ, കാൽഷ്യം ചാനൽ, അതേപോലെ ഒരു കാൽഷ്യം ചാനലുണ്ട്. അത് ബ്ലോക്ക് ചെയ്തിട്ട് കാൽഷ്യം സെല്ലിനകത്ത് വരാതിരിക്കാൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ കൂടുതലാക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇത്രയും നിങ്ങൾ എഴുതിയാൽ മാത്രമേ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ക്ലാസിഫിക്കേഷൻ നോക്കാം. സോ ഡയൂററ്റിക്സ് ആണ്. സോ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ എവിടെയുണ്ട്, നമ്മളെ ക്ലാസിഫിക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കിക്കോളാം. സോ ഇത്രയുമാണ് ഡ്രഗിൻ്റെ എക്സാമ്പിൾ. ഇത്ര അറ്റ്ലീസ്റ്റ് എഴുതണം. ഡയൂററ്റിക്സിനകത്ത് ഫ്രൂസിമൈഡ്, തൈസൈഡ്സ്, പിന്നെ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സിനകത്ത്. സോ ബേസിക്കലി ഡയൂററ്റിക്സ് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ലൂപ്പ് ഡയൂററ്റിക് ഉണ്ട്, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് ഉണ്ട് കേട്ടോ. സോ AC ഇൻഹിബിറ്റേഴ്സ് എല്ലാം കോമൺ ആണ്. സോ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് കോമൺ ആണ്, കാൽഷ്യം ചാനൽ ബ്ലോക്കറും കോമൺ ആണ്. സോ നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഫോൾഡർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നോക്കുക. അതിനകത്ത് കുറേ അധികം ഡ്രഗ്സുകൾ പറയുന്നുണ്ട്. ആ ഡ്രഗ്സ് പഠിച്ചാലും നല്ലത് തന്നെയാണ്, കാര്യം അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത്ര എഴുതാതിരിക്കരുത്, ഇത്ര എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. സോ ഡയൂററ്റിക്സ് എങ്ങനെയാണ്, സോഡിയം ആൻഡ് വാട്ടർ എക്സ്ക്രീഷൻ. സോ ഡയൂററ്റിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ നിന്ന് സോഡിയവും വാട്ടറും ഓവറായിട്ട് പുറത്തേക്ക് കളയും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ബ്ലഡ് വോളിയം എന്ത് ചെയ്യുന്നു, കുറയുവാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, BP കുറയുന്നു കേട്ടോ. സോ ബ്ലഡ് വോളിയം കുറച്ചുകൊണ്ട് BP കുറയ്ക്കുന്ന പരിപാടിയാണ്. അങ്ങനെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, നമ്മുടെ ഹാർട്ട് അത്രയും എന്ത് ചെയ്യില്ല, പമ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞുകൊണ്ട് BP കുറയുന്ന പരിപാടിയാണ്. സോ ബ്ലഡ് പ്രഷർ കുറയുന്ന രീതിയിലാണ് ഡയൂററ്റിക്സ് വർക്ക് ചെയ്യുക. അപ്പോൾ മെക്കാനിസം ആക്ഷൻ ഓഫ് ഡയൂററ്റിക്സ് പഠിച്ചില്ലേ, സിമ്പിളാണ്.
സോ തൈസൈഡ് ഡയറോട്ടിക്സ്. സോ തൈസൈഡ് ഡയറോട്ടിക്സിന്റെ പ്രൈമറി യൂസ് എന്താണ്? സോ ബേസിക്കലി നമ്മൾ തൈസൈഡ് ഡയറോട്ടിക്സ് ഉപയോഗിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ മറ്റുള്ള ഡ്രഗ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്താൽ ഹാർട്ട് ഫെയിലിയറിനൊക്കെ നമ്മൾ കൊടുക്കാറുള്ള ഡ്രഗ്സ് ആണ് തൈസൈഡ് ഡയറോട്ടിക്സ്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഞാൻ പറഞ്ഞു, നമ്മുടെ സോൾട്ടും വാട്ടറും നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്ന സോൾട്ടും വാട്ടറിനെയും ഇന്റർഫിയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, വാട്ടറിന്റെ എക്സ്ക്രീഷനും സോഡിയത്തിന്റെ എക്സ്ക്രീഷനും കൂട്ടുകയാണ് ചെയ്യുക. എന്ത് ഇൻക്രീസ് ദ സോഡിയം ആൻഡ് വാട്ടർ എക്സ്ക്രീഷൻ കൂട്ടി ബ്ലഡ് വോളിയം കുറയ്ക്കുവാണ് ചെയ്യുക. ബ്ലഡ് വോളിയം കുറച്ചുകൊണ്ട് പ്രഷർ കുറച്ചുകൊണ്ട് നമുക്ക് BP കുറയ്ക്കുന്ന രീതിയാണ് തൈസൈഡ് ഡയറോട്ടിക്സ് ചെയ്യുക. സോ അഡീഷണൽ എഫക്റ്റ് ഉണ്ട് കേട്ടോ, വാസോ ഡൈലേറ്ററി എഫക്റ്റ് ആണ്. വാസോ ഡൈലേഷൻ മീൻസ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഡൈലേറ്റ് ചെയ്യുന്നു എന്ന് വികസിപ്പിക്കുന്ന രീതിയാണ്. അത് മാത്രമല്ല ഇവർക്ക് വോളിയം റിഡക്ഷൻ, നമ്മളെ ബോഡിയിലുള്ള വോളിയം റിഡക്ഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ BP കുറയ്ക്കാറും ഉണ്ട് എന്നുള്ളതാണ്. സോ വോളിയം റിഡക്ഷൻ എന്താണ്, വാട്ടറൊക്കെ പുറത്തേക്ക് പോകുമല്ലേ, അപ്പോൾ ദാറ്റ് മീൻസ് വോളിയം റിഡക്ഷൻ നടക്കുവാണ്, വാട്ടറൊക്കെ റിഡക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് തൈസൈഡ് ഡയറോട്ടിക്സ്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ആട്ടോ. നമ്മൾ ആദ്യത്തെ അത് പഠിക്കുമ്പോൾ തന്നെ ഐഡിയ കിട്ടും. സോ ഡോസേജ് കൊടുത്തിട്ടുണ്ട്, പറ്റിയത് 2 3 ഒക്കെ പഠിച്ച് വെക്കുക കേട്ടോ. സോ തൈസൈഡ് ഡയറോട്ടിക്കിന് സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ബ്ലഡ് ഷുഗർ ലെവൽ, നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസ് തൈസൈഡ് ഡയറോട്ടിക്കിനുണ്ട്. സോ ഡയബറ്റിക് പേഷ്യന്റിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വേണം കൊടുക്കാൻ. യൂറിക് ആസിഡ് ലെവൽ, നമ്മുടെ ബോഡിയിൽ യൂറിക് ആസിഡ് ലെവൽ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ യൂറിക് ആസിഡ് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ എഫക്റ്റ് ആണ്. സോ നമുക്ക് ഈ തൈസൈഡ് ഡയറോട്ടിക് കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരും കേട്ടോ. പിന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോ ടെൻഷൻ ആണ്. സോ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. സോ 2 3 പഠിച്ചു വെക്കുക, എളുപ്പത്തിന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് AC ഇൻഹിബിറ്റേഴ്സ് ആണ്. എങ്ങനെയാണ് AC ഇൻഹിബിറ്റേഴ്സ് വർക്ക് ചെയ്യുക? സോ ഞാൻ ഓൾറെഡി ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 എന്ന് ഞാൻ പറഞ്ഞല്ലേ. സോ AC ഇൻഹിബിറ്റേഴ്സ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ആരെയാണ്? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. സോ ACE മീൻസ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്നാണ് കേട്ടോ എക്സ്പാൻഷൻ പറയുവാണെങ്കിൽ. സോ ഇവിടെ ആൻജിയോടെൻസിൻ 1 ഒന്നും കൂടെ പറയാം. ആൻജിയോടെൻസിൻ 1 ഈസ് കൺവേർട്ട് ടു ആൻജിയോടെൻസിൻ 2. ഓക്കെ, ഇതാണ് നമുക്ക് BPക്ക് കാരണമാകുന്ന സാധനം, ഇത് വില്ലൻ കേട്ടോ. അപ്പം ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന ഈ ആൻജിയോടെൻസിൻ 1 2 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് എന്ത്? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. സോ ഈ എൻസൈമിനെ കയറി ബ്ലോക്ക് ചെയ്യുന്ന സംഭവിക്കും, ആൻജിയോടെൻസിൻ 1 എന്ത് ചെയ്യില്ല, ഒരിക്കലും ആൻജിയോടെൻസിൻ 2 ആവില്ല, അത് കാരണം BP ഉണ്ടാവില്ല. അപ്പോൾ എളുപ്പമായില്ലേ? അപ്പം ആൻജിയോടെൻസിൻ 2 പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. അങ്ങനെ ബ്ലഡ് വെസൽസ് ഒക്കെ റിലാക്സ് ആയി നമുക്ക് BP നോർമൽ ആവുന്ന രീതിയാണ് നടത്തുക. ഇനി അത് മാത്രമല്ല, ഈ ആൻജിയോടെൻസിൻ ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുമ്പോൾ ബ്രാഡിക്കിൻ കൂടും നമ്മുടെ ബോഡിയിൽ. ആൻജിയോടെൻസിൻ ഇൻഹിബിറ്റേഴ്സ് കൊടുക്കും, ബ്രാഡിക്കിൻ കൂടുകയും അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, വാസോഡൈലേഷൻ ഉണ്ടാവുകയും അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് BP നോർമൽ ആവുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചില്ലേ? മറ്റേത് സോഡിയവും വാട്ടറും ആണെങ്കിൽ ഇവിടെ എന്താണ്, കൺവേർട്ടിംഗ് എൻസൈം 1 2. ഓക്കെ, സോ കോമൺ AC ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ബെൻസാപ്രിൽ, കാറ്റോപ്രിൽ എല്ലാം പ്രില്ലാണ്. സോ അതിൻ്റെ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡോസും കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളാം. സോ AC ഇൻഹിബിറ്റേഴ്സിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ് നമ്മൾ ആൾക്ക് കൊടുക്കാറുണ്ട്. നമ്മൾ BP മാനേജ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട്, ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർ കൊടുക്കാറുണ്ട്, ഡയബറ്റിക് ന്യൂറോപ്പതി, അതായത് AC ഇൻഹിബിറ്റേഴ്സ് ഇല്ലേ, കിഡ്നീനെ അധികമായിട്ട് ഈ കിഡ്നി ഡിസീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയബറ്റീസ് പേഷ്യൻ്റ് ഉള്ള ആളാണെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം എനിക്ക് കിഡ്നി ഇഷ്യൂസും ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡയബറ്റീസ് പേഷ്യൻറ്റും ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ റീനൽ ഫംഗ്ഷൻ, എൻ്റെ കിഡ്നി സേഫ് ആക്കാനായിട്ട് അല്ലെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് AC ഇൻഹിബിറ്റേഴ്സ്. പക്ഷേ ഡയബറ്റിക്സ് അങ്ങനെയാണോ, തൈസൈഡ് ഡയറോട്ടിക് അങ്ങനെയാണോ? അങ്ങനെയല്ല അല്ലേ. നമുക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇത് ഡയബറ്റിക് പേഷ്യൻറ്റ് സേഫറാണ് എന്നുള്ളതാണ്. ആൻഡ് പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. സോ പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്. സോ ബേസിക്കലി ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ പിന്നെ ഫർദർലി കാർഡിയാക്ക് ഒന്നും വരാതിരിക്കുക, അല്ലെങ്കിൽ കാർഡിയാക്ക് ഇൻഫാക്ഷൻ വന്നു കഴിഞ്ഞ ആൾക്കാർ അവരെ ഹാർട്ടൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ ഫർദർലി നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഡ്രഗ് സജസ്റ്റ് ചെയ്യാറുണ്ട്, AC ഇൻഹിബിറ്റേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്, എളുപ്പമല്ലേ? നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടും പഠിക്കുക. നമുക്ക് ഏകദേശം 2 ഡ്രഗ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് വൺ AC ഇൻഹിബിറ്റർ സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഡ്രൈ കഫ്, AC ഇൻഹിബിറ്റേഴ്സ് വഴി ആൾക്കാർക്ക് എപ്പോഴും ചുമയുണ്ടോ, ഇങ്ങനെ ചുമയുണ്ടോ, അത് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് AC ഇൻഹിബിറ്റേഴ്സ് കഴിക്കുന്നല്ല, എനിക്ക് സുഖമില്ല കേട്ടോ, പനിയാണ്. സോ ഹൈപ്പർകലീമിയ, സോ ബോഡിയിലും ഹയർ പൊട്ടാസ്യം ലെവൽ കൂടും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ലെവൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. സോ മോണിറ്ററിൽ എന്ത് ചെയ്യും, നമുക്ക് പനി
കിട്ടുമെന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പോ ടെൻഷനാണ്. ചില ആൾക്കാരിൽ, എല്ലാ ആൾക്കാരിലും അല്ല, ചില ആൾക്കാരിൽ അവർക്ക് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കാണാറുണ്ട്. എല്ലാ ആൾക്കാരിലും കാണില്ല കേട്ടോ, ചില ആൾക്കാരിൽ മാത്രമാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഹൈപ്പോ ടെൻസീവ് മരുന്ന് കഴിക്കണം അപ്പോൾ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവുമോ എന്നുള്ളതല്ല. ചില ആൾക്കാർ കഴിച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ BP അങ്ങ് വേണമെങ്കിൽ കുറയാനുള്ള ചാൻസ് കാണാറുണ്ട്. എല്ലാ ആൾക്കാരിലും ഇല്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രഗ്നൻസി റിസ്ക് ആണ്. സോ ബേസിക്കലി ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് AC ഇൻഹിബിറ്റേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. സോ ഒരു ഡ്രഗും കൂടെ നമുക്ക് പഠിക്കാം, അതുകൂടെ നമുക്ക് നിർത്താം. ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കേഴ്സ് ആണ്. സോ ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കേഴ്സ് എന്താണ്? സോ ബേസിക്കലി വർക്ക് ബൈ ബ്ലോക്കിംഗ് ദി എഫക്റ്റ് ഓഫ് എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ നമ്മളെ ബോഡിയിലുള്ള അഡ്രിനാലിൻ്റെ എഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗാണ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്ക്. സോ 3 ഡ്രഗ് പഠിച്ചു. ഫസ്റ്റത് സോഡിയം, വാട്ടർ. സെക്കൻഡ് എന്തായിരുന്നു? ആൻജിയോടെൻസിൻ 1 to 2 കൺവേർട്ട് ചെയ്യുന്ന എൻസൈം, ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈം. ആൻഡ് ഇതിലാണെങ്കിൽ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനലിനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ 3 മെക്കാനിസം പഠിച്ചു, അടിപൊളി, എനിക്ക് വയ്യ. അപ്പം സോ കാർഡിയക് ഔട്ട്പുട്ടൊക്കെ എന്ത് ചെയ്യുന്നു? കുറച്ച് ഹാർട്ട് റേറ്റ് ഒക്കെ കുറച്ച് കൊണ്ടുവരികയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ BP കുറക്കുന്നു കേട്ടോ. സോ കോമൺലി ഉപയോഗിക്കുന്ന കോമൺ ഡ്രഗ്സ് ഏതൊക്കെ? അറ്റൻഡോൾ, മെറ്റോപ്രലോൾ, പ്രൊപ്പനോൾ ഒക്കെയാണ്. സോ ഇവർ ബേസിക്കലി സെലക്റ്റീവ് ആണ് കേട്ടോ, ബീറ്റ റിസപ്റ്റേഴ്സിനെ തന്നെയാണ് പോയി അറ്റാക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നത് കേട്ടോ. സോ ഇൻഡിക്കേഷൻ പറയുവാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൊടുക്കാറുണ്ട്, ഹാർട്ട് ഫെയിലിയോ, അഞ്ചൈനയ്ക്ക് കൊടുക്കാറുണ്ട്, അരിത്തീമിക കൊടുക്കാറുണ്ട്, അതിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അടുത്ത ഡ്രഗും കൂടെ പഠിക്കുക. സോ കാൽഷ്യം ചാനൽ ബ്ലോക്കറിനെ CCB എന്ന് പറയാറുണ്ട്. ഇവരെന്ത് വെച്ചാൽ കാൽഷ്യം ചാനലിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുന്നു? സെല്ലിനകത്തേക്ക് കാൽഷ്യം ഒന്നും കയറാതെ ഹാർട്ട് വെസൽസ് ഒക്കെ നോർമൽ ആവുന്നു, മസിൽ കൺട്രാക്ഷൻ കുറയ്ക്കുന്നു. മസിൽ കൺട്രാക്ഷൻ എന്താണ്? നമ്മൾ ചുരുങ്ങുന്ന പരിപാടി ഇല്ല, ആ ചുരുങ്ങുന്ന പരിപാടി കുറയ്ക്കുകയും അങ്ങനെ അധികം ലോഡ് വരാതെ വാസോ ഡൈലേഷൻ, ബ്ലഡ് വെസൽസ് ഒക്കെ ഡൈലേറ്റ് ആവും, റിലാക്സ് ആയിരിക്കും ചെയ്യുക. അങ്ങനെ BP കുറയ്ക്കുന്ന പരിപാടിയാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 3 മെക്കാനിസം പഠിക്കുക, കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 മെക്കാനിസം എന്ന് പറഞ്ഞു തരട്ടെ മക്കളെ. ഫസ്റ്റ് വൺ ഈസ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. എന്ത് ചെയ്യുന്നു? കാൽഷ്യം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്നു. 2 AC ഇൻഹിബിറ്റേഴ്സ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ ഡയോറിറ്റിക്സ്, ഇൻക്രീസിങ് സോഡിയം ആൻഡ് വാട്ടർ. ഓക്കെ, വാട്ടർ റിട്ടൻഷൻ ചെയ്യുന്നില്ല, എല്ലാം പുറത്തേക്ക് തള്ളി കളയുന്നു. അടുത്ത് നമ്മൾ എന്താ പഠിച്ചത്? ഞാൻ മറന്നുവല്ലോ. എന്തായിരുന്നു? AC ഇൻഹിബിറ്റേഴ്സ് അല്ലല്ലോ, എന്തായിരുന്നു? ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. എന്ത് ചെയ്യുന്നു? അഡ്രിനൽ അല്ലേ, അഡ്രിനൽ അല്ലെങ്കിൽ എപ്പിനെഫ്രിനെ ബ്ലോക്ക് ചെയ്യുന്നു, അതിൻ്റെ എഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്നു. പഠിച്ചു, സിമ്പിൾ, ഒന്നുമില്ല. ഡ്രഗ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈപ്പർ ടെൻഷൻ പഠിച്ച് കഴിഞ്ഞു. സോ നെക്സ്റ്റ് കാണാം. ബൈ.